എൻ്റെ ലൈഫിൽ എന്നെ ഒരുപാട് ട്രോമറ്റൈസ് ചെയ്തിട്ടുള്ളൊരു ഇവൻ്റ് ഞാൻ പറയാം കേട്ടോ. എനിക്കറിയില്ല ഈ വോയിസ് ഓവർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എപ്പോൾ കൊടുത്ത് തീരും, ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ഞാനിത് പോസ് ചെയ്ത് ഓരോ പ്രാവശ്യമായിട്ട് എടുക്കുന്നത് എനിക്കറിയില്ല. കാരണം എന്നെക്കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് പ്രാവശ്യം ഇത് റീടേക്കിന് ശേഷമാണ് ഞാൻ ഇപ്പോഴും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഒന്നല്ലെങ്കിൽ ഞാൻ പകുതി വെച്ച് സ്റ്റക്കായി പോകുന്നു, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു പോകുന്നു. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണത്. ആ ഒരു സംഭവത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും എനിക്കത് ഭയങ്കര ട്രോമയാണ് ഇപ്പോഴും. എനിക്കിപ്പോൾ ഒരു 10-26 വയസ്സുണ്ട്. ഇപ്പോൾ പോലും എനിക്കെൻ്റെ 17-16 വയസ്സിൽ നടന്നൊരു സാധനം എനിക്കിപ്പോൾ പോലും ട്രോമയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതിൻ്റെ ഡെപ്ത് എന്തായിരിക്കുമെന്ന്. അപ്പം ഞാനൊരു +1 +2 ആ ഒരു ടൈമിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നേ. റിലേഷൻഷിപ്പ് എന്ന് വലിയ കാര്യമായിട്ട് പറയാനൊന്നും പറ്റത്തില്ല. നമുക്ക് വരുന്നൊരു ഇൻഫാക്ച്വേഷൻ എന്ന് ഞാൻ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു 6 മാസം റിലേഷൻഷിപ്പ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് റിലേഷനായിട്ട് എനിക്ക് ഭയങ്കര ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതായിട്ട് എനിക്ക് ഇവനെ കെട്ടണം എന്നുള്ള സെറ്റപ്പിലേക്ക് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആയിരുന്നേ. പക്ഷേ വീട്ടിലൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ബിക്കോസ് അവനൊരു ക്രിസ്ത്യൻ ആയിരുന്നു, ഞാൻ ഹിന്ദുവാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഭയങ്കര വിഷയം, അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കും. അപ്പം അപ്പോഴാണ് ഈ വൃത്തികെട്ട സാധനം എൻ്റെ ജീവിതം മൊത്തം മാറ്റാനുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ആ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആ പുള്ളീനെ കുറിച്ചൊന്നുമല്ല കേട്ടോ. ആ പുള്ളി അതൊരു വൃത്തികെട്ടവനാണെന്നു, പക്ഷെ അതൊരു സൈഡ്. അത് എനിക്ക് അത്ര വലിയ ട്രോമയൊന്നും തന്നിട്ടില്ല. പക്ഷേ ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പോലെ, എന്താ പറയുക, എപ്പോഴും വീട്ടിൽ വരും, എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യും. ഞാൻ എൻ്റെ സ്വന്തം ബ്രദറിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ഇത്. ഇയാളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം അതുപോലെ തന്നെയാണ്. നമ്മുടെ എല്ലാ കാര്യവും നോക്കുന്നു, നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നു, നമ്മളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. വീട്ടിൽ സമ്മതിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ വീട്ടിൽ ഇവർ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇയാളെന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു സാധനമായിരുന്നു എൻ്റെ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് അന്നുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എനിക്കത് ഇയാൾ എന്നെ കൺട്രോൾ ചെയ്യുവാന്നോ മാനിപ്പുലേറ്റ് ചെയ്യുവാന്നോ ഒന്നും മനസ്സിലാക്കാനുള്ളൊരു വെളിവ് എനിക്കില്ല ആ സമയത്ത്. ഇതുപോലുള്ള സോഷ്യൽ മീഡിയാസിലോ കാര്യങ്ങളിലൊന്നും നമ്മൾ വലിയ കാര്യമായിട്ടില്ലല്ലോ. ഇതുപോലുള്ള ടൈപ്പ് ഓഫ് എന്താ പറയുക നോളജ് നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഭയങ്കര ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി എന്ന് വേണമെങ്കിൽ അന്നത്തെ സമയത്ത് ഞാൻ പറയും. ഈ പുള്ളി പക്ഷെ അത് നല്ല രീതിയിൽ എന്താ പറയുക യൂട്ടിലൈസ് ചെയ്തു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പുള്ളി ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ആ റിലേഷൻ്റെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പുള്ളി കാരണമാണ് അത് വീട്ടിൽ കുറച്ചും കൂടി ഇഷ്യൂ ആയത്. ഈ പുള്ളിക്ക് ഞാൻ ആരുമായിട്ട് അറ്റാച്ച് ആവുന്ന താല്പര്യമില്ലായിരുന്നു. ഈ പുള്ളി തന്നെ ഭയങ്കര കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കും അവിടെ എല്ലാവിടെയും പോയിട്ട്. എനിക്കിപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ അതും ഇതൊക്കെ പറയും. അങ്ങനെ കുറച്ച് വള്ളികളൊക്കെ ഈ പുള്ളി ഉണ്ടാക്കി. അത് ഞാൻ പിന്നീട് അറിഞ്ഞതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് വലുതായതിന് ശേഷം എനിക്ക് മനസ്സിലായതാണ്, ആ പുള്ളി എന്നെ എല്ലാവരെയും നിന്നും അകറ്റിയിട്ട് പുള്ളിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പം അന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂളുകളുണ്ടെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു ഇയാൾക്ക് അറിയുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവർ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരും. അത് പക്ഷേ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് അതുവരെ ലേണേഴ്സ് എഴുതി കഴിയുമ്പോൾ നമുക്ക് ലേണേഴ്സ് ഇത് വെച്ചിട്ട് 6 months എങ്ങാണ്ട് നമുക്ക് വണ്ടി ഓടിക്കാമല്ലോ, ലൈസൻസ് ഉള്ള ഒരാളുണ്ടെങ്കിൽ. അപ്പോൾ ഇയാൾക്ക് ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു നിന്നെ ഇവിടെ നിന്ന് അത്രയും ദൂരം വരെ ഒരു 20-25 to 30 അത്രയും മിനിറ്റ്സ് നമുക്ക് ഡ്രൈവ് ഉണ്ടാവും. അപ്പോൾ അത്രയും ദൂരം വരെ നിനക്ക് ഞാൻ വണ്ടി ഓടിക്കാൻ തരാം, സ്കൂട്ടി ഓടിക്കാൻ തരാം, നീ ഓടിച്ചോ, ഞാൻ പുറകിലിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് ആ ടൈമിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ഫുൾ ടൈം മറ്റേ റിലേഷൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് പുറത്ത് പോകാനുള്ള ഏക ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ സ്കൂട്ടിയിൽ പോന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊന്നും കുഴപ്പമില്ല. രണ്ടാമത്തെ ദിവസം പോയിട്ട് അവിടുത്തെ ആളെ കാണാൻ പോവുക. അതിൻ്റെ ഓണർ വരുമെന്ന് പറഞ്ഞു. പുള്ളീനെ കാണാൻ പോകുമ്പോൾ
അവിടെ ഒരു ബിൽഡിങ്ങാണ്. എന്ന് വെച്ചാൽ ഈ ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. ആ ബിൽഡിങ്ങാണെങ്കിൽ പണി കഴിഞ്ഞിട്ടില്ല. ആ ഒരു ഓഫീസ് റൂമിൻ്റെ പണി മാത്രം തീർത്തിട്ട് ഇവരവിടെ ഓഫീസായിട്ട് വർക്ക് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ പണിയൊന്നും തീർത്തിട്ടില്ല. ലൈക്ക് കോണിയുടെ സ്റ്റെയർ ഉണ്ടല്ലോ, ആ സ്റ്റെയറിൻ്റെ പണി കാര്യങ്ങളൊന്നും തീർത്തിട്ടില്ല. ജസ്റ്റ് സ്റ്റെയർ ഉണ്ട്, പിടിക്കാനുള്ള സാധനങ്ങളോ സൈഡിൽ കൂടെ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് സിമൻറ്റ് ഇട്ടിട്ടുള്ളൊരു, തേച്ചിട്ടില്ല, സിമൻറ്റ് ജസ്റ്റ് അങ്ങനെ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി താഴെ വണ്ടി നിർത്തി. ഞാൻ തന്നെ ഓടിച്ചത്. എനിക്കിഷ്ടമായതുകൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം സൈക്കിളൊക്കെ ഓടിച്ച് ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഫസ്റ്റിൽ നമ്മളെടുത്ത് പോയിക്കൊണ്ടിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ പുള്ളി എന്നെ കയറി പിടിക്കാൻ വന്നു. എനിക്കതിപ്പോഴും ഭയങ്കര എനിക്കിപ്പോഴും അറിയില്ല ആൾക്ക് എന്ത് ധൈര്യത്തിൻ്റെ മേളിലാണ് ആ നൈൻ്റെ മോൻ എന്നെ കയറി പിടിക്കാൻ വന്നതെന്നുള്ളത്. ആളെന്നെ കയറി പിടിക്കാൻ വന്നപ്പോഴത്തേനും ഞാൻ ഈ പുള്ളീനെ പുഷ് ചെയ്തു. അവനവിടെ വീഴുമോ എന്താ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ അവനെ പുഷ് ചെയ്തു. ആളങ്ങനെ വീഴാൻ പോയിട്ട് പുള്ളി ഓൾമോസ്റ്റ് വീഴുന്നു. എന്നിട്ടും പുള്ളി എഴുന്നേറ്റ് എൻ്റെ പുറകെ വരാൻ നോക്കി. അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയിട്ട് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആ റൂമിൽ കയറി. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നു. ഞാൻ ഒന്നും മിണ്ടില്ല. എനിക്ക് അന്നേരം അത് മിണ്ടണോ പറയണോ ഒന്നും അറിയില്ല. ഞാൻ വിറച്ചുകൊണ്ടിരിക്കുക. തിരിച്ചിറങ്ങുമ്പോഴും പുള്ളി എന്നെ നോക്കി നിൽക്കുക. എനിക്കാണെങ്കിൽ പേടിയാവും. എനിക്കാണെങ്കിൽ വീട്ടിൽ പോകണം. സമയം രാത്രിയായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞാൻ അവസാനം എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തിട്ട് പുറകിൽ നിന്ന് പുള്ളി എന്നെ പിടിക്കാൻ നോക്കി വീണ്ടും. ഞാൻ വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാനൊരു മരത്തേൽ ചെന്ന് ഇടിക്കാൻ പോയി. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു, ഞാൻ കയറില്ല, എനിക്ക് കയറണ്ട, നിങ്ങൾ എന്താണെന്ന് ചെയ്തോ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോളാം, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, നിങ്ങളെന്താണെന്ന് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു മര്യാദയ്ക്ക് കയറിക്കോണം, അല്ലെങ്കിൽ വീട്ടിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവസാനം എനിക്ക് വേറൊരു വഴിയില്ലാതെ ഞാൻ വണ്ടി കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി എടുത്താൽ ഞാൻ പുറകെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ കയറിയിരുന്നു. എന്നിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് ഇയാൾ എന്നോട് പറയുമോ, ഞാൻ വീട്ടിലെത്തുമ്പോൾ എൻ്റെ വീട് 2 നില വീടാണ്. ഞാൻ മുകളിലത്തെ റൂമിൽ പോവും. അപ്പോൾ നീ ഒന്നും അറിയാത്ത പോലെ നോർമലായിട്ട് ഞാൻ പോയതിന് ശേഷം എൻ്റെ പിന്നാലെ വരണമെന്ന് എന്നോട് പറഞ്ഞേക്കോ. എനിക്കാണെങ്കിൽ അന്നേരം മുതൽ എൻ്റെ കൈയും കാലും വിറയ്ക്കൽ പോലും നിൽക്കണില്ല. എന്നിട്ട് ഇയാൾക്ക് ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, എൻ്റെ വീട്ടിൽ കയറിയിട്ട് എന്നോടത് പറയാൻ കാണിക്കുന്ന ധൈര്യം. എന്നിട്ട് വീട്ടിലാണെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ട് എനിക്ക് ആരോടും സംസാരിക്കാനും പറ്റാത്ത അവസ്ഥ. എന്നിട്ട് ഞാനെന്നിട്ട് വിറച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ മുകളിലേക്കൊന്നും ഞാൻ പോയില്ല. ഞാൻ റൂമിൽ വന്നിട്ട് ലോക്ക് ചെയ്ത് ഞാൻ അവിടെ തന്നെ ഇരുന്നു. താഴത്തെ എൻ്റെ റൂമിൽ വന്നിട്ടിരുന്നു. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പ് പിടിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, റൂം ലോക്ക് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നം. അപ്പോഴത്തേനും വീട്ടിലെ അമ്മയൊക്കെ കൂടെ നീ എന്തിനാ ലോക്ക് ചെയ്തിരിക്കണം, ഇതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാധനം വേറൊരു സൈഡിൽ. അവസാനം ഇയാൾ പോയിന്ന് ഉറപ്പായപ്പോൾ ഞാൻ പിന്നെ ഡോറ് തുറന്നു. എന്നിട്ട് നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ടിലേൽ കിടക്കും, അമ്മ താഴെ പായ വിരിച്ച് കിടക്കണം. അപ്പം ഞാനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അമ്മ എന്താ ചോദിച്ചു. കുറേ നേരം കഴിഞ്ഞിട്ട് ചോദിച്ചു അവസാനം ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സംഭവം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ ആകെ ഷോക്കടിച്ച പോലെയായി. അത് കഴിഞ്ഞപ്പോൾ അമ്മ രാവിലെ ഞാനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഈ പുള്ളീനെ അമ്മ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയിട്ട് പുള്ളിയോട് ചോദിച്ചു എന്താ ഉണ്ടായേ. അപ്പോൾ ആൾ പറയുക അത് അവളുടെ റിലേഷൻഷിപ്പ് ഞാനല്ലേ പൊക്കിയ, അതുകൊണ്ട് അവൾ എന്നോടുള്ള ദേഷ്യത്തിൽ പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. അവൾ ചുമ്മാ അടവ് പറയുന്നതാണ്. എനിക്കാണെങ്കിൽ സങ്കടം വരിക. ഞാൻ പറഞ്ഞു ഏത് ദൈവത്തെ വിളിച്ചാണെങ്കിൽ സത്യം ചെയ്യാം, നമുക്ക് അതിൻ്റെ പ്രൂഫായിട്ടൊന്നും എടുക്കാനില്ലല്ലോ. കാരണം എന്ത് പ്രൂഫ് ഞാൻ കൊടുക്കും? ഫോണില്ല, ഒന്നുമില്ലാത്തൊരു പെൺകുട്ടി എന്ത് പ്രൂഫ് എടുത്ത് കൊടുക്കും ഒരു മനുഷ്യൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ? കയറി പിടിച്ചതിന് എന്ത് പ്രൂഫായിരുന്നു ഞാൻ കൊടുക്കേണ്ടത് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. ഞാൻ പറഞ്ഞു ഈ ലോകത്തുള്ള എന്ത് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ സത്യം ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ പിടി സത്യം ചെയ്യാമോ, നിങ്ങൾ ഈ ദൈവത്തിനെ പിടി സത്യം ചെയ്യുന്നു? അപ്പോൾ ആൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അത്രയും നേരം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു എൻ്റെ അമ്മയുണ്ടല്ലോ, പുള്ളിക്കാരി അറിയാം അവൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല. നീ അങ്ങനെ ആ സംഭവം ഒളിപ്പിക്കാൻ വേണ്ടി നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കഥയാണ്, അല്ലാണ്ട് അവനൊന്നും അങ്ങനെ ചെയ്യൂല. ഇനി മേലെ ഈ വക വർത്താനം പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്. എനിക്ക് ആ സമയത്ത് ഉണ്ടായൊരു വിഷമം ഉണ്ടല്ലോ, കാരണം നമ്മളെ ഒരു മനുഷ്യൻ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ. എന്നുവെച്ചാൽ സ്വന്തം ആളെ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോലും
അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കി പറയുക എന്ന് പറഞ്ഞിട്ട് അതിനെ തഴഞ്ഞു വിടുന്ന ഒരവസ്ഥ അത് വേറെ ആർക്കും വരരുത്. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് പറഞ്ഞ ഒരാളും വിശ്വസിച്ചില്ല, പിന്നെ ആരോടും പറഞ്ഞുമില്ല. പിന്നെ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ എന്തിനാന്ന് ജീവിക്കണേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലെത്തിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം എനിക്കിങ്ങനെ ഈ റിലേഷൻഷിപ്പിലുള്ള ആ മനുഷ്യനുണ്ടല്ലോ അങ്ങോരെ ഞാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ വിഷമങ്ങൾ എനിക്ക് ആരോടെങ്കിലും പറയണ്ടേ. അങ്ങനെ ഞാൻ അറിയാതെ ഈ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഇങ്ങനെ ഇയാൾ എന്നെ കയറി പിടിച്ചു, എനിക്ക് പറ്റണില്ല, എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിഷമം പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിച്ചു കേട്ടോ. അപ്പം ഞാൻ ഓക്കെ ഒരാളെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനത്തിലെത്തിയായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ അതും വെറുതെ ആയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മേനെ വിളിച്ച് ഈ റിലേഷനിൽ ഉണ്ടായിരുന്നു എനിക്ക് നാറി പോയി പറഞ്ഞേക്കുക, അയാളെക്കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, അവൾ ചുമ്മാ പറയുന്നതാ, അവൾ നുണ പറയുന്നതാ, അതിന് വേണ്ടിയിട്ട് നിങ്ങളതൊന്നും വിശ്വസിക്കരുതെന്ന് എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഈ നായിൻ്റെ അമ്മ പറഞ്ഞേക്കുന്നു. എന്നിട്ട് അതുപോലെ എൻ്റെ അമ്മ വിശ്വസിച്ചു. എന്ന് വെച്ചാൽ ഒരു പരിചയമില്ലാതെ അത്രയും നാൾ ശത്രു എന്ന് പറഞ്ഞിരുന്ന അവനെ വരെ എൻ്റെ അമ്മ വിശ്വസിച്ചു, പക്ഷെ എന്നെ വിശ്വസിച്ചില്ല. എന്തായാലും എന്നിട്ട് ഇപ്പം എൻ്റെ അമ്മ പറയണേ, നീ എന്താ എന്നോടൊന്നും പറയാത്തെ, നീ എന്താ എന്നോടൊന്നും ഓപ്പണായി പറയാത്തെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അച്ഛനും അമ്മയോട് ഓപ്പണായി പറയണം. ഞാൻ എങ്ങനെ ഓപ്പണായി പറയും, എന്തെന്നാ ഞാൻ പറയണ്ടേ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ന് അമ്മയെന്ന് വിളിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നുള്ളവർ. സംഭവം ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും എൻ്റെ അമ്മ അടിപൊളിയാട്ടോ. എൻ്റെ എല്ലാ കാര്യവും നോക്കും, എനിക്ക് എന്ത് വേണേലും ചെയ്തു തരും, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ആ ഒരു പ്രായത്തെ നടന്ന ആ കാര്യം എന്നെ ഇപ്പോഴും ഇത്രയും എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. ഓരോ പ്രാവശ്യം ഇങ്ങനെ ടി വിയിലൊക്കെ ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ റേപ്പ് ചെയ്യപ്പെട്ടു, അബ്യൂസ് ചെയ്യപ്പെട്ടു, കയറി പിടിച്ചു എന്നുള്ള ന്യൂസുകളും ഓരോരോ വീഡിയോസും കാണുമ്പോൾ എനിക്കുണ്ടാവുന്നത് എനിക്കറിയില്ല, അത് കൈയും കാലൊക്കെ വിറയ്ക്കാൻ തുടങ്ങും. എവിടെയെങ്കിലും കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല ഞാൻ എങ്ങനെ എൻ്റെ അവസ്ഥകൾ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുമെന്നുള്ളൊരു ഐഡിയ എനിക്കിപ്പോഴും ഇല്ല. കാരണം ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം ഓക്കെ ഭയങ്കര സിമ്പിൾ, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ കൈ മൊത്തത്തിൽ പോയ അവസ്ഥ. എനിക്ക് ഒരാളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരാളോടും മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരാളെൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേനും എനിക്ക് പേടിയാവുന്നു. ഇപ്പോൾ ഒരു 10 കൊല്ലത്തോളമായി, എന്നിട്ട് പോലും ഞാനിപ്പോഴും ആ ട്രോമയൊന്നും പുറത്ത് വന്നിട്ടില്ല. ചിലരോടൊക്കെ അങ്ങനെ ആൾക്കാർ ഞാൻ പറയുന്നതല്ല കേട്ടോ, വേറെ എന്തെങ്കിലും ഇപ്പോൾ ഇതേപോലുള്ള പല സാധനങ്ങളൊക്കെ ഓരോരുത്തരോട് പറയുമ്പോൾ അവർ പറയും, ഇതിപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് ഇത്രയും കൊല്ലമില്ലേ, ഇത് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കണമെന്ന്. എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഇത്രേ ഉള്ളൂ, നമ്മുടെ ഉള്ളിലുള്ള ഒരു ട്രോമ ഉണ്ടല്ലോ, നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ആ ഒരു വിഷമം അല്ലെങ്കിൽ ആ ഒരു പേടി എന്താ ഫീലെന്ന് എനിക്കറിയില്ല, അതൊരിക്കലും ചെറുതാക്കി കാണാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയണ്ടാവില്ല അവരെന്തൊക്കെ സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകണം. നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കാണിച്ചിട്ട് അപ്പുറത്ത് പോയി നെഞ്ചുരുക്കി കരയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചില ആൾക്കാർക്കൊന്നും കരയാൻ പോലും പറ്റാത്ത മനുഷ്യന്മാരുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ളവരെ ഒന്നും പറയാതിരിക്കുക. എനിക്കറിയില്ല കേട്ടോ, ഇപ്പം ഞാൻ പറഞ്ഞതിൽ പോലും എന്തോരം നിങ്ങൾക്ക് അത് മനസ്സിലായി, എന്തോരം എനിക്കത് കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് പുള്ളീനോട് പിന്നെ ഞാൻ പുള്ളീനെ വീണ്ടും കണ്ടു. പുള്ളി ഒരു ദിവസം വീണ്ടും എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് മറ്റേ പ്രേമം മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളെയൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ വന്നത്. ആൾ പറഞ്ഞു ഞാൻ കൺവിൻസ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടൊക്കെ വന്നു. ഞാൻ അന്നേരം അയാളോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങിക്കോണം. എനിക്കറിയില്ല, ആ ഒരു അവസരം ഞാൻ മുതലെടുത്തതായിരിക്കാം. എൻ്റെ ഈ ട്രോമ ഉള്ളിൽ കിടക്കുന്നുണ്ട്, എനിക്ക് അയാളെ കാണുന്നത് പോലും ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്തല്ലോ എന്നോർത്ത്
ഞാൻ അയാളോട് പറഞ്ഞു ഇനി മേലെ എൻ്റെ വീട്ടിൽ കാല് കുത്തരുത്, ഇറങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ അയാളെ ആട്ടി ഇറക്കി എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടു. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും എന്നെ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരുന്ന ഒരാളെ ഇങ്ങനെയാണോ പറയണത്, വീട്ടിൽ വരുന്ന ഒരാൾ എങ്ങനെയാണോ, നീ അങ്ങനെയാണോ, നീ ഇങ്ങനെയാണോ. പക്ഷെ ഒരാൾ പോലും ഞാനത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള എന്നെ മനസ്സിലാക്കിയില്ല അവർ. എനിക്ക് ഇതിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ഇടണമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. പക്ഷെ എന്തോ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുറച്ച് സമാധാനം മനസ്സിനെ കിട്ടുമല്ലോ. ഇതാകുമ്പോൾ ഞാൻ ആരാന്ന് പോലും നിങ്ങൾക്കറിയില്ല. പക്ഷെ എന്തോ പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ശരി, എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ച കാര്യമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു വേഗമായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. എനിക്കറിയില്ല, എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ എന്തോരം പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ സ്റ്റക്കായി ഇരിക്കുന്നുണ്ട്. സത്യം പറയത്ര ഞാൻ എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ പോലും ഇല്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും ശരി, ബൈ, ടാറ്റാ, സീ യു.